പെൺകുട്ടിയുടെ അച്ഛൻ ചിരിച്ചിട്ട് ഒത്തിരി വർഷമായി. കാരണം ഇവളുടെ അനിയത്തി ജനിച്ചപ്പോൾ തന്നെ രോഗിയായാണ് ജനിച്ചത്. എപ്പോഴും അവളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നു. പക്ഷെ തന്റെ രോഗിയായ മകൾക്കൊപ്പം ആയിരിക്കുമ്പോൾ ഒരു സങ്കടവും കാണിക്കാതെ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇവളോടൊപ്പം ആയിരിക്കുമ്പോൾ അവളെ പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കുന്നു. അവൾ ജനിച്ചതു മുതൽ ഇവളെ നന്നായി ശ്രദ്ധിക്കുന്നത് പോലുമില്ല. പക്ഷെ ഇവൾക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യമായി ഒരു ദിവസം ഇവളെയും കൊണ്ട് പുറത്തു പോകുന്നു. തന്റെ അച്ഛനെ സന്തോഷിപ്പിക്കുന്നതിനായി ആ ഷോയിലുള്ള ആളെ പോലെ ഫേസ് വെച്ച് കാണിക്കുന്നു. അത് കണ്ടതും അച്ഛൻ ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ടെക്നിക്ക് എന്ന് മനസ്സിലാക്കിയവൾ ഇടയ്ക്കിടെ അച്ഛനെ ചിരിച്ച മുഖത്തോടെ കാണുന്നതിനായി ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നു. അദ്ദേഹം എപ്പോഴൊക്കെ ഈ ഫേസ് കണ്ടാലും ചിരിക്കുന്നു. ചില സമയങ്ങളിൽ ദേഷ്യത്തിലാണെങ്കിലും ഇവളുടെ ഫേസ് കാണുമ്പോൾ ചിരി വരുന്നു. അങ്ങനെ ഒത്തിരി വർഷങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം ഇവൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ ഫോട്ടോ എടുക്കുന്നു. അപ്പോഴും അച്ഛനെ ചിരിപ്പിക്കുന്നതിനായി ഫേസ് അങ്ങനെ വെക്കുന്നു. പക്ഷെ ഇത്തവണ അച്ഛന്റെ മനസ്സിൽ അവളുടെ അനിയത്തിക്ക് ഇങ്ങനെയൊരു ദിവസം ഉണ്ടാവില്ലല്ലോ എന്ന വിഷമം വരുന്നു. അതുകൊണ്ട് അവളുടെ ഫേസ് കണ്ട് ചിരിക്കാതെ ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് അവൾക്ക് എന്തൊക്കെ ചെയ്താലും അച്ഛൻ അനിയത്തിയെ പറ്റിയുള്ള സങ്കടം മാറില്ലെന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു സ്കൂളിൽ മ്യൂസിക് ടീച്ചറായി ജോയിൻ ചെയ്യുന്നു. അവിടെ ഇവൾക്ക് ഒരു ബോയ് ഫ്രണ്ടിനെയും കിട്ടുന്നു. അതിനെപ്പറ്റി സന്തോഷത്തോടെ അനിയത്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കേട്ട അച്ഛൻ സുഖമില്ലാത്ത കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ച് അവളെ എന്തിനാണ് വിഷമിപ്പിക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. ദേഷ്യം വന്നവൾ അവൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് തനിക്ക് സ്നേഹമുള്ള ഒരു അച്ഛനെ കിട്ടാത്തതെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അന്നു മുതൽ അവളുടെ ജീവിതത്തിൽ മോശമായ കാര്യങ്ങൾ മാത്രം നടന്ന് എന്തിനാണ് ജീവിക്കേണ്ടതെന്ന അവസ്ഥയിലെത്തുന്നു. ജീവിതം വെറുത്തവൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നു. വന്നു നോക്കുമ്പോൾ അവളുടെ അച്ഛൻ മരിച്ചുപോയിരുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ഇവൾ പോയതു മുതൽ ഇവളെ പറ്റിയുള്ള വിഷമത്തിലാണ് അച്ഛൻ മരിച്ചത്.